मैंने एक बार पंडित जी से कह दिया था कि आपका एक मिला जुला व्यक्तित्व है और आप में चर्चिल भी है और चैम्बरलेन भी है। वो नाराज नहीं हुए। शाम को किसी बैंक्वेट में मुलाकात हो गई और उन्होंने कहा आज तो बड़ा जोरदार भाषण दिया है और हंसते हुए चले गए। आजकल ऐसी आलोचना करना, दुश्मनी को दावत देना। साउथ ब्लॉक में नेहरू जी का एक चित्र लगा रहता, मैं आते जाते देखता था। और जब मैं विदेश मंत्री बन गया तो एक दिन मैंने देखा कि गलियारे में टंगा हुआ नेहरू जी का फोटो का है। मैंने कहा ये चित्र कहां गया? कोई उत्तर नहीं दिया। वो चित्र वहां फिर से लगा दिया गया। क्या एक भावना की कद्र है? क्या देश में ये भावना पनप है? ऐसा नहीं है कि नेहरू जी से मतभेद नहीं थे, और मतभेद चर्चा में गंभीर रूप से उभर कर सामने आते। രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ കുറിച്ച് പിന്നീട് പ്രധാനമന്ത്രിയായി മാറിയ വാജ്പേയി, അദ്ദേഹം RSSകാരനായിരുന്നു, സംഘപരിവാരത്തിന്റെ ആളായിരുന്നു. അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ് ഞാൻ ഇതിവിടെ കൊണ്ടുവന്നത്. നെഹ്റുവിനെയോ അല്ലെങ്കിൽ വാജ്പേയിയോ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും വേണ്ടിയല്ല. നേരെ തിരിച്ച് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നെഹ്റുവിനെ കുറിച്ച് ഒരു ദിവസം ഞാൻ പ്രസംഗിച്ചു. നിങ്ങൾ ഇരട്ട വ്യക്തിത്വമുള്ള ആളാണ്. ഒന്ന്, നിങ്ങൾ മതകീയമായ ഒരു വേഷം ധരിക്കുന്നുണ്ട്. രണ്ട്, നിങ്ങൾ വേറൊരു രീതി സ്വീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ രൂക്ഷമായി വിമർശിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ വിമർശിക്കാൻ പറ്റുമോ? അതോടുകൂടെ അയാൾ വലിയ ദുഷ്മനായിട്ട് ശത്രുവായി രൂപപ്പെടുകയാണ് ചെയ്യുക. അന്ന് വൈകുന്നേരം എന്നെ കണ്ടപ്പോൾ, ഒരു സദസ്സിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ നല്ലൊരു സ്പീച്ച് നടത്തിയല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ഒരു ഭാഗം. എന്നിട്ട് അദ്ദേഹം നെഹ്റുവിനെ ഓർക്കുകയാണ്. പാർലമെന്റിൽ ഒരു പ്രത്യേക സ്ഥാനം പറഞ്ഞിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ആ ഫോട്ടോ അവിടെ കാണുന്നില്ല. ഞാനിന്ന് വിദേശകാര്യമന്ത്രിയാണ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ രണ്ടാമതവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. ഇതൊന്നും ശരിയല്ല, ഇങ്ങനത്തെ സമീപനമൊന്നും രാജ്യത്ത് വളർന്നു വന്നുകൂടാ എന്നതാണ്. അപ്പം ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടുന്ന് എടുക്കുന്നത്. നിലവിൽ അദ്ദേഹം നല്ല RSSകാരനായിരുന്നു, സംഘപരിവാരമായിരുന്നു. സംഘപരിവാരത്തിന് രണ്ട് തോട്ട് പ്രോസസ്സുകളുണ്ട്. ഒന്ന് ഇന്നത്തെ ഓൺലി അറ്റാക്കിന്റെ ഒരു സാധനം. രണ്ട്, ഉള്ളിൽ കുറച്ചും കൂടി സമർത്ഥമായ അജണ്ട വെച്ച് എല്ലാവരെയും കൂടെ നിർത്തി പണി കൊടുക്കുന്നൊരു രീതി. ഇത് രണ്ടുമുണ്ട്. ഇതിൽ വാജ്പേയിയെ കുറിച്ച് അങ്ങനെയാണ് പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഭയങ്കര മഹത്വവൽക്കരിക്കാനൊന്നും നമ്മൾ ഈ ഒരു സമയം ഉപയോഗിക്കണില്ല. പക്ഷേ ഇന്ന് അസഹിഷ്ണുക്കളായ, സൈക്കോകളായ, കാലവും ലോകവും ഒന്നും പരിഗണിക്കാത്ത, മനസ്സിലാകാത്ത വിവരദോഷികളായ ഒരു സമൂഹമാണെന്നുള്ളത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന കാഴ്ച കാണുണ്ടായി. അതായത് കൃത്യമായ അസഹിഷ്ണുതയാണ് ഇവിടെ സംഘപരിവാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അസഹിഷ്ണുതയാണ് അവരുടെ ഇന്ധനം. അവർ ലൈവ് ആകണമെങ്കിൽ അസഹിഷ്ണുത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം, വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിനൊരു കാഴ്ചപ്പാട് കൊടുത്ത വ്യക്തി, രാജ്യത്തെ ലോകം മുഴുവൻ ഇന്നും ഓർക്കുന്നൊരു വ്യക്തി, അതാണ് നെഹ്റു. ആ നെഹ്റുവിന്റെ ഒരു ചിത്രം പാർലമെന്റിൽ 100% അദ്ദേഹത്തിന് അർഹനാണ്. 12 വർഷമാണ് നെഹ്റു രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്തത്? പല സന്ദർഭങ്ങളിലായി ജയിലിൽ കിടന്നത്. ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ജയിലാണ്. അവിടെ എല്ലാ സൗകര്യവും കൊടുത്താലും ജയിലാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയെ സംഘപരിവാരം അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് പുറത്തുകിടുകയാണ്. പുറത്തുകിട്ടപ്പം ഇദ്ദേഹത്തിന് അതിൽ അതൃപ്തി തോന്നിയപ്പോൾ ഫോട്ടോ തിരിച്ചവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, സംഘപരിവാരത്തിന്റെ അജണ്ട അസംതൃപ്തിയും അസഹിഷ്ണുതയുമാണ്. ആ അസഹിഷ്ണുത അവർ മേലെ ലീഡർഷിപ്പിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതൊരു തരം സൈക്കോസിസാണ്. ചികിത്സ ആവശ്യമുണ്ട്. കൃത്യമായ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് മെഡിസിൻ കൊടുത്ത് ചികിത്സിച്ചാൽ മാറുന്നതാണ് സംഘപരിവാരം എന്നുള്ള അസുഖം. മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹം തന്നെ ഇത് രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് പറയണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിലെ ഓർമ്മകളെയൊക്കെ ഓരോന്നോരോന്ന് ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ അവസാനം ഗാന്ധിജിനെ എടുത്ത് പുറത്തു കിടന്നതാണ് നമ്മൾ കാണുന്നത്. ഗാന്ധിജിയുടെ പേര് ഉണ്ടായിരുന്ന പ്രൊജക്റ്റ്, എന്താണ് എൻ്റെ പേര്? തൊഴിലുറപ്പ് പദ്ധതി. ഗാന്ധിജിയുടെ പേരുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി, അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പുറത്തു കിട്ടു. ഇനിയിപ്പോൾ കറൻസിയിൽ നിന്ന് പേര് പുറത്തു കിടുന്നു എന്ന് പറയുന്നു. ശരിക്കും ആ ചിത്രം അത് അവർ അസ്വസ്ഥാക്കുന്നുണ്ട്, ഒരു സംശയമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഈ പറയുന്ന സംഘപരിവാരത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ്, ആശയത്തിൻ്റെ എതിർചേരിയിലുള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. പ്രായമാകുമ്പോൾ പൊതുവേ സംഘപരിവാരത്തിലെ ചിലർക്കെങ്കിലും ഇത്തരം ചില ബോധ്യങ്ങൾ വരുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിന് സമാനമായ മറ്റൊരു കമൻ്റ് നമുക്ക് അദ്വാനിയുടേത് കാണാം. അദ്വാനി പറയുന്നുണ്ട്, മന്ദിർ പൊളിക്കൽ ഞങ്ങളെ ലക്ഷ്യമായിരുന്നില്ല. അവസാനം എല്ലാവരുടെയും മന്ദിറിൽ കയറിയപ്പോൾ ഞാൻ ഉമാഭാരതിജിനെ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു അവരൊന്ന് നിയന്ത്രിക്ക് എന്ന് പറഞ്ഞു. അവർ പോയി കുറേ സംസാരിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവർ തിരിച്ചു വരണില്ല, അവരെനിക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന്
സംഘപരിവാരത്തിൻ്റെ കൂടെ വളരെ സജീവമായിട്ടുള്ള മറ്റൊരു വ്യക്തി, പേരെനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. മറാഠിക്കാരാണ് കൂടുതൽ മന്ദിറിൻ്റെ മുകളിൽ, മന്ദിരം എന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ മുകളിൽ. അപ്പോൾ അവരോട് പോയിട്ട് എന്ത് ചെയ്യണം, മറാഠി ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു. മറാഠി ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോഴും അവർ വരുന്നില്ല. നമ്മളത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പിന്നീട് ഇൻ്റർവ്യൂ കൊടുക്കണം നമുക്ക് കാണാൻ പറ്റും. അതൊരു സ്ട്രാറ്റജിക്കൽ മൂവൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ, അവജ്ഞയുടെ ഒരു പൊതു ഇടത്തിൽ പോലും ഇടം കിട്ടാതെ, എന്തിനു വേണ്ടി അധ്വാനിച്ചോ അതിൻ്റെ ഒരു ഉപകാരവും കിട്ടാതെ വെറും ഒരു മൂലക്കൽ, ഒരു കൊളാമ്പിയിലേക്ക് എന്താ പറയുക കാർക്കിച്ചു തുപ്പി ഇരിക്കുന്ന ഒരു വയോധികനായി, പടുവൃദ്ധനായി ഇരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരവസ്ഥയാണത്. അപ്പോൾ സംഘപരിവാരം പുറത്തേക്ക് വിടുന്ന വിഷം അത് അതിശക്തമാണ്. ആ വിഷം അവർക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്തതാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അതിനെ തടയണ കെട്ടാൻ ആവശ്യമായിട്ടുള്ള ഓരോ ക്യാമ്പയിനിലും ഓരോരുത്തരും ക്യാമ്പയിനർ ആവേണ്ടതാണ്, 100% ക്യാമ്പയിനർ ആവേണ്ടതാണ്. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംഘപരിവാരം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് ചെയ്ത കാര്യങ്ങൾ, ഓരോ സ്ഥലത്തും ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിനൊക്കെ ഇവിടെ വെളുപ്പിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഉത്തരവാദിത്വം ഇത് നമ്മളുടെ മാത്രം ഒരു പ്രശ്നമല്ല എന്നത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളിലേക്ക് ചുരുങ്ങലല്ല. അപ്പോൾ ആ നിലക്ക് ഒന്ന് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ചിന്തയിൽ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടുവന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കമൻറ്റുകളൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, നെഹ്റുവിനെ വിമർശിച്ചു സംസാരിച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾ നല്ലൊരു പ്രഭാഷണം നടത്തിയല്ലോ എന്ന വിമർശനത്തിന് ശേഷം നെഹ്റു പറഞ്ഞു എന്നത് പറഞ്ഞല്ലോ. അത് രാഷ്ട്രീയത്തിൽ പരസ്പരം വിമർശനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഒരു വിമർശനങ്ങൾ ഉണ്ടാകണം. അത് രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ആ വിമർശനങ്ങളെ വല്ലാതെ പ്രയാസപ്പെട്ട് അതൊരു വിദ്വേഷത്തിലേക്കും വെറുപ്പിലേക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു പാഠം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഇതിലെന്തു പാഠമെടുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മളോടൊരാൾ ഒരു നന്മ ഉപദേശിച്ചാൽ, ഒരു തിരുത്തു പറഞ്ഞാൽ, ഒരു എഡിറ്റിംഗ് പറഞ്ഞാൽ, ജീവിതത്തിൽ ഇങ്ങനൊരു സംഗതി ഉണ്ട്, സംസാരത്തിൽ ഇങ്ങനൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, നിൻ്റെ ഒരു പെരുമാറ്റത്തിൽ ഇന്നൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മളോടൊരാൾ ഉപദേശിച്ചാൽ, ആ ഉപദേശത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? നമ്മുടെ പെരുമാറ്റത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, നിലപാടുകളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളെ തിരുത്താനുള്ള അവസരം, സ്പേസ് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിമർശിക്കുന്നവരോട്, ഉപദേശിപ്പിക്കുന്നവരോട് നല്ലൊരു സമീപനം ഉണ്ടായാലാണ് അത് സാധിക്കും. തീർച്ചയായും. അപ്പോൾ രാഷ്ട്രീയത്തിലെ ഭാഷയും ശൈലിയും ഒക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം. കേവലമായ ട്രോളുകൾക്കപ്പുറം കണ്ടന്റിൽ നിന്നുകൊണ്ട് ഡിസ്കഷൻ കൊണ്ടുപോകാം എന്നുകൂടി ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ഉണർത്തുകയാണ്. ചില കക്ഷികളൊക്കെ വലിയ രീതിയിൽ വിജയിച്ചപ്പോൾ ആ വിജയാഘോഷങ്ങളിൽ വന്ന കമൻസും ശൈലിയും ഒന്നും അത്ര ഗുണപരമല്ല എന്നത് അവർ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്.